നമസ്കാരം. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ പോകാൻ പെട്ടെന്ന് സമയമായി. മടിയുണ്ട് ക്ലാസ്സിൽ പോകാൻ, ബട്ട് യു ഹാവ് ടു. സോ ലെറ്റ്സ് ഗോ. എന്നോട് ഇപ്പോഴും ഒരുപാട് പേര് DM-ൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നല്ല ഏജൻസി ഏതാണ്, അതുപോലെ തന്നെ ജർമ്മൻ പഠിക്കാൻ പറ്റിയ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് എന്നൊക്കെ. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിറ്ററലി നമ്മുടെ നാട്ടിലെ നല്ല ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഏജൻസി എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ പറയുകയാണെങ്കിൽ, ഞാൻ സജഷൻ പറയുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെയൊക്കെ നമ്മൾ പഠിച്ചാലും നമ്മൾ എവിടെ പഠിച്ചു എന്നതിലല്ല കാര്യം, നമ്മളത് എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് കാര്യം. കാരണം നമ്മളെ എത്രമാത്രം നമ്മൾ മോട്ടിവേറ്റഡ് ആണ്, ലിറ്ററലി നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് നമ്മൾ പാസ്സാവാനായിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ സമയം നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിൽ പോകാം. നമ്മൾ റെഡി ആയി പെട്ടെന്ന്. പിന്നെ ബെസ്റ്റ് ഏജൻസി ഏതാണെന്ന് പറയാനാണെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. പിന്നെ അങ്ങനെ ഒരു ബെസ്റ്റ് ഏജൻസി എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ജർമ്മനിൻ്റെ ഹൗസ് ബിൽഡിങ്ങിന് വരാനാണ് നിങ്ങൾക്ക് പ്ലാൻ എന്തുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഉള്ള നിങ്ങളുടെ എംപ്ലോയർ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് മെയിൽ അയച്ചിട്ട് നിങ്ങൾ ചോദിക്കണം. അതല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഏജൻസി വഴി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവർ ഇതിൻ്റെ ഇടയിൽ ക്യാഷ് വെച്ചിട്ടുള്ള ഒരു റോളും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം സ്വയം ചെയ്യാവുന്നതാണ്. ഞാനത് സ്വയം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഞാനിതിങ്ങനെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അല്ല, ഇന്നത്തെ ദിവസം പണികൾ കഴിഞ്ഞു, വലിയ പണികൾ. ഇപ്പോൾ രാത്രി ഇന്ന് പഠിക്കണം. നാളെ എക്സാം ഉണ്ട്. ബ്ലഡിനെ കുറിച്ചിട്ടാണ് നമുക്ക് ടോപ്പിക്ക്. ഇന്നൊരാവും എന്തോന്നൊന്നും അറിയില്ല. എക്സാം കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, ബൈ.